മലയാളിയുടെ പ്രിയപ്പെട്ട ഗായകൻ പി ജയചന്ദ്രൻ വിടവാങ്ങി. ഇന്ന് രാത്രി 7:45 തൃശ്ശൂരിലെ അമല ആശുപത്രിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്ത്യം സംഭവിച്ചത്. ഏതാണ്ട് 16,000-ഓളം ഗാനങ്ങൾ അദ്ദേഹം മലയാളികൾക്ക് വേണ്ടി പാടിയിട്ടുണ്ട്. ഫ്ലവേഴ്സിൻ്റെ പല പരിപാടികളിലും പങ്കെടുത്തിട്ടുള്ള ആളാണ് നമുക്ക് പ്രിയപ്പെട്ട പി ജയചന്ദ്രൻ. ജയേട്ടൻ്റെ സാന്നിധ്യം എപ്പോഴും നമുക്ക് വലിയൊരു ഒരു 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 സൗഹൃദ കടലായിരുന്നു അദ്ദേഹം. മാത്രമല്ല അദ്ദേഹം വ്യക്തിപരമായിട്ട് നമുക്കൊരു പാട്ട് കേൾക്കണമെന്നൊക്കെ നമ്മൾ അദ്ദേഹത്തോട് താല്പര്യം പറഞ്ഞാൽ പാടാനൊക്കെ അദ്ദേഹം വളരെ എപ്പോഴും അദ്ദേഹം പാടില്ല എന്ന് പറയില്ല. ചിലപ്പോഴൊക്കെ നമ്മോട് പിണങ്ങുന്ന സമയത്തൊക്കെ അദ്ദേഹം കുറച്ച് കാലം നമ്മുടെ ഇലപ്പം ഡിസ്റ്റൻസ് ചെയ്ത് നിൽക്കും എന്നല്ലാതെ അങ്ങനെ ഒരു വിശുദ്ധനായ ഒരു മനുഷ്യൻ കൂടിയായിരുന്നു ഈ പാട്ടുകാരൻ. നമ്മുടെ ദക്ഷിണേന്ത്യയിലെ മിക്ക ഭാഷകളിലും ഒരുപാട് പാട്ടുകൾ പാടിവെച്ചു. AR റഹ്മാനെ പോലെ പുതിയ സംഗീതമായി വന്ന ആളുകൾക്ക് പോലും ജയേട്ടൻ്റെ ശബ്ദം പ്രിയങ്കരമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. പുതിയ ആളുകളെ കൊണ്ട് പരീക്ഷണം നടത്തിയ AR റഹ്മാൻ ഒരുപാട് പാട്ടുകൾ ജയേട്ടനെ കൊണ്ട് പാടിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ ഇഷ്ട ഗായകരുടെ പട്ടികയിൽ എന്നും ജയേട്ടൻ ഉണ്ടായിരുന്നുവെന്ന് അദ്ദേഹത്തിന് വേണ്ടി എപ്പോഴും സംഗീത കാര്യങ്ങളൊക്കെ നോക്കുന്ന ഗായകൻ ശ്രീനിവാസൻ എന്നോട് ഒരിക്കൽ പറഞ്ഞത് ഞാൻ ഓർമ്മിക്കുന്നു. ഒരുപക്ഷെ ലളിതഗാനത്തിലും അതുപോലെ ശാസ്ത്രീയ സംഗീതത്തിലുമൊക്കെ ഒരുപാട് താല്പര്യം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് പിന്നീട് പാട്ടുകാരനായി മാറിയത്. ശോഭന പരമേശ്വരൻ നായരുമായുള്ള തൃശ്ശൂരിലെ ചങ്ങാത്തമാണ് ശരിക്കും മലയാള സിനിമാ ലോകത്തേക്ക് അദ്ദേഹത്തെ എത്തിച്ചത്. അന്ന് ശോഭന എന്നൊരു സ്റ്റുഡിയോ ഈ പരമേശ്വരൻ നായർ എന്ന മനുഷ്യൻ തൃശ്ശൂരിൽ നടത്തുന്നുണ്ടായിരുന്നു. ആ സ്റ്റുഡിയോയിലെ പല സന്ദർശകരിൽ ഒരാളായിരുന്നു ജയചന്ദ്രൻ. അദ്ദേഹത്തെ പരിചയപ്പെടുന്നത് പി ജയചന്ദ്രൻ പാടുന്ന ഒരു സ്റ്റേജ് പ്രോഗ്രാമിൽ കാണിയായിട്ട് പോയി ശോഭന പരമേശ്വരൻ നായർ. അദ്ദേഹം ആ കാലത്തെക്കുറിച്ചൊക്കെ എന്നോട് ചില യാത്രകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ജയേട്ടനുമായിട്ടുള്ള സംസാരം അന്ന് മാത്രമല്ല ദാസേട്ടൻ പാടിയാൽ മാത്രമേ സിനിമ വിറ്റുപോകൂ എന്നുള്ള ഒരു കാലത്ത് പുതിയൊരു ശബ്ദവുമായി വന്ന പി ജയചന്ദ്രൻ പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെട്ടു എന്നത് അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിലെ ആകർഷണം കൊണ്ടായിരുന്നു. പാട്ടിൽ ഒരു ഇന്ദ്രജാലം അദ്ദേഹം കാണിച്ചിരുന്നു. അസാധാരണമായ ആലാപന ഭംഗി, അതിനപ്പുറം ഭാഷയോട് കാണിക്കുന്ന ആദരവ്, മാത്രവുമല്ല വല്ലാത്തൊരുതരം നിസ്സംഗമായ താളബോധം, ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ പാട്ടുകളുടെ വൈവിധ്യമായിരുന്നു. നമുക്കിപ്പം എസ് വിജയകുമാർ കൂടി ചേരുകയാണ്. വിജയകുമാർ, ഒരുപക്ഷെ നമുക്ക് ഇന്ന് ആലോചിക്കാൻ കഴിയാവുന്ന ഇതിനേക്കാളും എത്രയോ കമ്മിറ്റ്മെൻ്റുള്ള പാട്ടുകാരാണ് ഒന്നൊന്നായി അരങ്ങൊഴിഞ്ഞു പോകുന്നത്. അതാണ് 2024 തുടക്കവും ഒടുക്കവും 2025 തുടക്കവും നമ്മളെ സംബന്ധിച്ച് വലിയ നഷ്ടങ്ങളുടെ വർഷങ്ങളായി മാറുകയാണ്. ഇപ്പോൾ MD വാസുദേവൻ നായർ നമ്മളെ വിട്ടുപിരിയുന്നത് 2024 അവസാന ദിവസങ്ങളിലാണ്. 2025 തുടക്കത്തിൽ ഇതാ പ്രിയപ്പെട്ട ജയേട്ടനും നമ്മളെ വിട്ടുപിരിയുന്നു. അപ്പോൾ വലിയ നഷ്ടങ്ങളുടെ കഥയാണ്, വിവരങ്ങളാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ പ്രിയപ്പെട്ട പ്രേക്ഷകരുമായി പങ്കുവയ്ക്കേണ്ടി വരുന്നത്. ഒരു വല്ലാത്ത ഒരു അവസ്ഥ എന്ന് വേണമെങ്കിൽ പറയാം. ജയചന്ദ്രൻ്റെ കാര്യത്തിൽ അദ്ദേഹം ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അദ്ദേഹം ചികിത്സയിലാണ്. അങ്ങനെയൊക്കെ പറയുമ്പോഴും അദ്ദേഹത്തെ നമ്മൾ ഇടയ്ക്ക് പൊതുവേദിയിൽ കാണുന്നു. അദ്ദേഹത്തിൻ്റെ പാട്ടുകളെ പറ്റി എവിടെയെങ്കിലുമൊക്കെ നമ്മൾ അതിനിടയിൽ കേൾക്കുന്നു. പക്ഷേ അങ്ങനെയൊക്കെ പറയുമ്പോഴും അദ്ദേഹത്തിൻ്റെ പാട്ട് കേൾക്കാത്ത നമ്മളോട് ദിവസങ്ങളില്ല. അങ്ങനെ അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ, അദ്ദേഹത്തിൻ്റെ ശബ്ദം കേൾക്കാതെ ഒരു ശരാശരി മലയാളിയുടെ ഒരു ദിവസം കടന്നു പോകുന്നേ ഇല്ല എന്ന് നമുക്ക് എല്ലാ അർത്ഥത്തിലും പറയാൻ കഴിയും. അങ്ങനെ നമ്മളുടെ ജീവിതത്തിൻ്റെ ഭാഗമായി നിന്ന ഒരു കലാകാരനാണ് നമ്മളെ വിട്ടുപിരിയുന്നത്. അപ്പോൾ അത് വ്യക്തിപരമായി തന്നെ എല്ലാവർക്കും ഓരോ വ്യക്തിയുടെയും സങ്കടമായി മാറുന്നുണ്ട്. കാരണം ഒരു ശരാശരി മലയാളി അയാളുടെ ജീവിതത്തിലെ എല്ലാ അവസ്ഥകളും ജയചന്ദ്രൻ്റെ പാട്ടിലൂടെ മനസ്സിലാക്കിയിട്ടുണ്ട്. പ്രണയം, വിരഹം, സങ്കടം എന്നുവേണ്ട സന്തോഷം, എല്ലാ ജീവിതാവസ്ഥകളിലും ആ അവസ്ഥകളെ മുഴുവൻ പാട്ടിലൂടെ നമ്മളുടെ ജീവിതത്തിലേക്ക് സന്നിവേശിപ്പിച്ച ഒരു അസാമാന്യ പ്രതിഭയാണ് ജയചന്ദ്രൻ എന്ന് നമുക്ക് എല്ലാ അർത്ഥത്തിലും പറയാം. അങ്ങനെ നമ്മളുടേതെന്ന് പറഞ്ഞാൽ ഒരു ശരാശരി മലയാളിയുടെ മുഴുവൻ ജീവിതാവസ്ഥകളിലൂടെയും ആ കലാകാരൻ കടന്നു പോയിട്ടുണ്ട്, പാട്ടുകളിലൂടെ നമ്മളെ കൊണ്ടുപോയിട്ടുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം നമ്മളുടെ ഹൃദയത്തിൻ്റെ ഭാഗമാകുന്നത്. നമ്മളുടെ ഓർമ്മകളിൽ എല്ലാ കാലത്തും മലയാള ഭാഷയും അല്ലെങ്കിൽ മലയാളികളും ലോകത്ത് എവിടെയുണ്ടോ അവരുടെയൊക്കെ അവസാന നാൾ വരെയും ആ കലാകാരൻ്റെ ശബ്ദം അവരുടെ ഹൃദയത്തിൽ, അവരുടെ ചെവിയിലും നല്ല അവരുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ഓരോ ദിവസത്തെയും മൂളിപ്പാട്ടുകളിൽ സ്വർണ്ണഗോപുര നർത്തകിയൊക്കെ ഇങ്ങനെ കടന്നു വരുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ എല്ലാ ഭാവ സാന്ദ്രതയും അത് മുഴുവൻ അതിൻ്റെ തീവ്രതയോടും കൂടി ആവിഷ്കരിച്ച ഒരു ഗായകൻ നമ്മളെ വിട്ടുപിരിയുന്നു എന്നത് വലിയ സങ്കടമുണ്ടാക്കുന്ന കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ പാട്ടുകളിലൂടെ അദ്ദേഹം എത്രയോ തലമുറകളിലൂടെ ജീവിക്കും, എത്രയോ തലമുറകളെ പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയൊക്കെ പറയുമ്പോഴും അദ്ദേഹത്തിൻ്റെ ഭൗതിക സാന്നിധ്യം നമ്മളുടെ കൂടെ ഇല്ല. അത് നമ്മളെ വിട്ടുപിരിയുന്നു എന്നത് വലിയ സങ്കടം ഉണ്ടാക്കുന്ന കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ അത് പറയുമ്പോൾ വിതുമ്പുന്നത് അതുകൊണ്ട് തന്നെയാണ്. പിണങ്ങിയും ഇണങ്ങിയും ഏതാണ്ട് 6 പതിറ്റാണ്ടുകളായി അവരുടെയൊക്കെ ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ നേരത്തെ ജയരാജ് വാര്യർ പറഞ്ഞത് വളരെ ശരിയാണ്. അദ്ദേഹം
പൊതുവേദിയിൽ എന്നതിനേക്കാൾ ഉപരി അദ്ദേഹത്തിൻ്റെ സ്വകാര്യ സദസ്സുകളിലാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ പാട്ട് പാടുന്നത്. അത് അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ മാത്രമാകണമെന്നില്ല, മുഴുവൻ അദ്ദേഹം ഇഷ്ടപ്പെടുന്നവരുടെ, അദ്ദേഹം ആരാധിച്ചവരുടെയൊക്കെ പാട്ടുകളായിരിക്കും അദ്ദേഹം ആ വേദിയിലൊക്കെ പാടുക. നമുക്കറിയാം ജയചന്ദ്രൻ വളരെ സജീവമായി ചലച്ചിത്ര ഗാനരംഗത്തുണ്ടായിരുന്നു. കുറേ കാലം അദ്ദേഹം അങ്ങനെ സജീവമല്ല. അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ, പഴയ പാട്ടുകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. പുതിയ പാട്ടുകളിൽ എന്തുകൊണ്ട് ജയചന്ദ്രനെ കാണുന്നില്ല? അന്ന് പലരും പറഞ്ഞു പുതിയ പാട്ടുകൾ പാടാൻ പറ്റിയ ആളല്ല ജയചന്ദ്രൻ എന്നൊക്കെ വിലയിരുത്തലുകളുണ്ടായി. നിരൂപകരൊക്കെ അങ്ങനെ പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നിറം എന്ന ചിത്രത്തിലൂടെ വിദ്യാസാഗർ ആ ശബ്ദത്തെ തിരികെ കൊണ്ടുവരുന്നത്. പ്രായം തമ്മിൽ എന്ന് വെച്ചാൽ ആ പാട്ട് പോലെ തന്നെ, അദ്ദേഹത്തിൻ്റെ ആ പാട്ടിലെ വരികൾ പോലെ തന്നെയാണ്. പ്രായം അദ്ദേഹത്തിൻ്റെ ഗാനങ്ങളെ തളർത്തിയിട്ടേ ഇല്ല. ഏതു പ്രായത്തിനും ഏതു ഭാവത്തിനും എക്കാലത്തും അദ്ദേഹത്തിൻ്റെ ശബ്ദം പറ്റുമായിരുന്നു എന്ന ഇടവേളയ്ക്ക് ശേഷം വിദ്യാസാഗറിൻ്റെ സംഗീതത്തിലൂടെ നമ്മളത് കേൾക്കുകയായിരുന്നു. പിന്നീട് അനുസ്യൂതം ആ ശബ്ദം ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരുന്നു. ഒരു തളർച്ചയും ഒരു തടർച്ചയും ഇല്ലാതെ ആ പാട്ടുകൾ ഇങ്ങനെ തുടർച്ചയായി നമ്മളുടെ ജീവിതത്തിലൂടെ കടന്നുപോയി. അദ്ദേഹം ഏറ്റവും ഒടുവിൽ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ നേരത്തെ പലരും പറയുന്നുണ്ടായിരുന്നു പഴയ പാട്ടുകളൊക്കെ അദ്ദേഹം വീണ്ടും വേദികളിൽ പാടും. അപ്പോൾ എത്ര മനോഹരമായി ആ പാട്ടുകൾ അദ്ദേഹം പാടുമായിരുന്നു, എത്ര സന്തോഷത്തോടെ നമ്മളത് കേട്ടിരിക്കുമായിരുന്നു. അങ്ങനെ ഒരിക്കലും നമുക്ക് വീണ്ടും വീണ്ടും കേൾക്കാൻ ആഗ്രഹിക്കുന്ന തരത്തിൽ അദ്ദേഹത്തിൻ്റെ ഭാവസാന്ദ്രമായ ശബ്ദം നമ്മളുടെ ഹൃദയത്തിലേക്ക് പതിക്കുകയായിരുന്നു. പാട്ട് കേട്ട് നമുക്ക് കൊതി തീർന്നിട്ടില്ല. അതിനു മുമ്പാണ് അദ്ദേഹം കടന്നു പോകുന്നത്. അദ്ദേഹം പണ്ട് പാടിയൊരു പാട്ടുണ്ട്, പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടാകും. പൗർണമി ചന്ദ്രിക തൊട്ടു വിളിച്ചു, പത്മരാഗം പുഞ്ചിരിച്ചു. പാട്ടിൻ്റെ പൗർണമിയാണ് ഇപ്പോൾ ഇല്ലാതായിരിക്കുന്നത്. നമ്മൾ ഇതുവരെ സ്പർശിച്ചിട്ടില്ലാത്ത ഒരു ഏരിയ കൂടി ഇദ്ദേഹത്തിന് സ്വന്തമായിട്ടുണ്ട്. അത് ഭക്തിഗാനമാണ്. കേശവൻ നമ്പൂതിരി സംഗീതം ചെയ്ത പുഷ്പാഞ്ജലി എന്ന കാസറ്റ് സീരീസിൽ അദ്ദേഹത്തിൻ്റെ വടക്കുംനാഥന് സുപ്രഭാതം പാടും മണ്ണാത്തി കുരുവികളെ എന്ന ഗാനം ഏറ്റവും പ്രശസ്തമായ കാട്ടാണ്. തൃശ്ശൂരിൽ വടക്കുംനാഥ ക്ഷേത്രത്തിൽ പോകുന്ന ആളുകൾക്കറിയാം, ഈ ക്ഷേത്രത്തിൽ പലപ്പോഴും ഉയർന്നു കേൾക്കുന്ന പാട്ടാണ്. ഇപ്പോൾ ശബരിമലയിൽ ഹരിവരാസനം പാടി നടയടയ്ക്കുന്നു ദാസേട്ടൻ എന്ന് പറയുന്ന പോലെയാണ് തൃശ്ശൂർകാർക്ക് വടക്കുംനാഥന് സുപ്രഭാതം പാടിയുള്ള മനോഹരമായ ഗാനം. അതുപോലെ നീലഗിരിയുടെ സഖികളെ എന്ന് അദ്ദേഹം പാടിവെച്ച പാട്ട്, കുറേ അധികം ഭക്തിഗാനങ്ങൾ അദ്ദേഹത്തിൻ്റെതായി വന്നിട്ടുണ്ട്. ഈ പുഷ്പാഞ്ജലി കാസറ്റ് അന്ന് സിനിമാ പാട്ടുകൾ പോലെ ആളുകൾ കേട്ടതാണെന്ന് കെ കേശവൻ നമ്പൂതിരി ആകാശവാണി തൃശ്ശൂർ നിലയത്തിലെ സംഗീത സംവിധായകനായിരുന്നു. അദ്ദേഹം അന്തരിച്ചു. അദ്ദേഹമൊക്കെ എപ്പോഴും ജയേട്ടനെക്കുറിച്ച് സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. കാര്യം തൃശ്ശൂർ ആകാശവാണിയിലൊക്കെ തന്നെ അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളെ കാണാനൊക്കെ ആയിട്ട് അദ്ദേഹം വരുമായിരുന്നു. മലയാളിയുടെ മനസ്സിൽ പതിഞ്ഞ പാട്ടുകളായിരുന്നു പി ജയചന്ദ്രൻ്റെ ഭാവഗാനങ്ങൾ. ഒരുപക്ഷെ നമുക്ക് ഒരിക്കലും താരതമ്യം ചെയ്യാൻ കഴിയാത്ത ഒരാളായിരുന്നു പി ജയചന്ദ്രൻ, ആ ഒരു ഗായകൻ എന്ന നിലയിൽ. നമുക്കൊപ്പം ആഷ്മി താജ് ഇബ്രാഹിം കൂടി ചേരുന്നുണ്ട്. ആഷ്മി, ഒരുപക്ഷെ ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ പലപ്പോഴും ഇങ്ങനെ നമ്മുടെ സമൂഹത്തിൽ നമുക്കൊക്കെ അവർക്കൊപ്പം ജീവിക്കാൻ കഴിഞ്ഞു എന്നുള്ള അഭിമാനത്തോടെ നമ്മൾ ജീവിക്കുമ്പോഴാണ് ഓരോ ഇതളിങ്ങനെ കൊഴിഞ്ഞു പോകുന്നത്. ഉറപ്പായും നമ്മൾ ഈ ലെജൻസിനൊപ്പം, ഈ മഹാമനുഷ്യർക്കൊപ്പം ജീവിച്ചിരുന്നവരാണ് എന്ന് നമുക്ക് ഉറപ്പായും അഭിമാനം തന്നെയാണ്. ഉറപ്പായും നമുക്കത് പറയാം. അത് MT വാസുദേവൻ നായരാവട്ടെ, അത് പി ജയചന്ദ്രനാവട്ടെ. പക്ഷേ നമ്മുടെ സങ്കടം, നമ്മുടെ കാലത്ത് തന്നെ അവർ നമ്മളെ വിട്ടുപോകുന്നു, അവരുടെ വിയോഗം നമുക്ക് കാണേണ്ടി വരുന്നു എന്നുള്ളത് നമ്മുടെ കാലത്തിൻ്റെ സങ്കടം തന്നെയാണ്. നമ്മളിപ്പോൾ ഇത് ഓരോരോ പാട്ടുകൾ നോക്കുക. ഓരോരോ പാട്ടിലും എന്തുകൊണ്ടാണ് പി ജയചന്ദ്രനെ ഭാവഗായകൻ എന്ന് വിളിക്കുന്നത്? ഭാവഗായകൻ എന്ന് വിളിക്കാൻ മലയാളിക്ക് ഇനി ഒരു ഗായകനില്ല എന്ന് 101% ഉറപ്പിക്കാം. ഈ സങ്കടത്തിൻ്റെ രാത്രി, വേദനയുടെ രാത്രി. അത് ഓരോരോ പാട്ടുകൾ, ഈ പി ജയചന്ദ്രൻ പാടിയ 10,000-ലധികം പാട്ടുകൾ, ഓരോരോ പാട്ടെടുത്ത് നോക്കിയാലും അതിലെ ഓരോ പാട്ടിൻ്റെയും ഭാവം എന്താണോ ആ ഭാവം 101% പ്രേക്ഷകൻ, അനുവാചകൻ്റെ മനസ്സിലേക്ക് കൃത്യമായി ഇറങ്ങിച്ചെന്ന് ആ മൂഡിലേക്ക് അയാളെ ആ കേൾവിക്കാരനെ ഉയർത്തുന്ന രീതിയിൽ വല്ലാത്തൊരു മാന്ത്രിക ശബ്ദമായിരുന്നു. അക്കാര്യത്തിൽ തർക്കം വേണ്ട. ഇപ്പോൾ കേരളത്തിൻ്റെ ഒരു ടൈറ്റിൽ സോങ് എന്ന് പറയാൻ കഴിയുന്ന ഉറപ്പായും ജലോത്സവത്തിൽ പി ജയചന്ദ്രൻ പാടിയ പാട്ട് തന്നെയാണ്. കേരനിരകളാടുന്ന ഒരു ഹരിതചാരുതീരം എന്ന് പറയുമ്പോൾ അതിൽ ആ പാട്ടിൽ കേരളത്തിൻ്റെ ഹരിതാഭ, കണ്ണടച്ച് കേട്ടാൽ കേരളത്തിൻ്റെ ഹരിതാഭ, കേരളത്തിൻ്റെ എല്ലാവിധ നന്മകൾ എല്ലാം നമുക്ക് നമ്മുടെ മുന്നിലേക്ക് ഇങ്ങനെ ഘനീഭവിച്ചു വരുന്നത് നമുക്ക് തോന്നും.